നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളൊക്കെ വേണ്ടിവരുമെങ്കിൽ പോലും ജൂൺ മാസം മുതലെല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള കരാറു ജോലികൾ മെയ് മാസത്തിന് ശേഷം പൂർത്തീകരിക്കുകയുള്ളൂ എന്ന ധാരണയും രേഖാപരമായിട്ട് വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കുന്നതും സമർപ്പിക്കുന്നതും ഗുണകരമായി തീരുവാനും ഒരുപക്ഷെ സമാധാനപരമായിട്ട് തന്നെ എല്ലാം അവലംബിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനോടൊപ്പം തന്നെ താൽക്കാലികമായിട്ടുള്ള ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നവര് മെയ് മാസത്തിന് ശേഷമാണെങ്കിൽ വളരെ വളരെ നല്ല നിലയിലുള്ള വിജയം കൈവരിക്കുവാൻ യോഗമുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് തൃപ്തികരമായുള്ള രീതിയിൽ പരിശീലനം ലഭിക്കുകയും മത്സരരംഗങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന ചിലർക്ക് ജന്മനാട്ടിൽ മാതാപിതാക്കളോടൊപ്പം ഓണാഘോഷത്തിന് പങ്കെടുക്കുവാനും നാട്ടിലുള്ള മത്സരങ്ങളിൽ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും നേതൃത്വം നൽകുവാനും അവസരമുണ്ടായിത്തീരും. വേറെ ചിലർക്ക് വികസിത രാഷ്ട്രത്തിൽ വളരെ മംഗളകരമായിട്ട് തന്നെ ഓണാഘോഷം വിദേശത്തുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് വിദേശികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ ആഘോഷിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മെയ് മാസം വരെ പല പ്രകാരത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ടും അതേപോലെ തന്നെ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. പലപ്പോഴും അനുഭവജ്ഞാനങ്ങളെ കൊണ്ട് സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായുള്ള അവസരങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. വർഷങ്ങളായിട്ട് വിരോധികളായിരുന്ന പലരും ലോക്യം കൂടുവാൻ അവസരം വന്നു ചേരും. എന്നാൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഡിസംബർ മാസത്തിലോടുകൂടി വന്നു ചേരുവാനും വളരെ സമാധാനപരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാനും അവസരം വന്നു ചേരും. ഉദ്യോഗത്തിനോടനുബന്ധമായി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആശയവിനിമയങ്ങളിൽ പുതിയ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ എല്ലാം മനസ്സിലാക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ഗുരുതര അവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി പണം മുതൽ മുടക്കുവാനും അതിന് സഹായിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും പരിഹാസ വചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ ധ്രുവീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. ഗൃഹസമുച്ചയത്തിലെ ഒരു വീട് വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും പലപ്പോഴും പലതും കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും തൃപ്തികരമല്ലാത്തത് കൊണ്ട് ഒഴിവാക്കുകയും അന്തിമ നിമിഷത്തിൽ വാസ്തുശാസ്ത്രപ്രകാരം പണി ചെയ്തതായുള്ള ഗൃഹസമുച്ചയത്തിലെ ഒരു ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും. അപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലകളിൽ ജൂൺ മാസം മുതൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ഉണ്ടാകുവാനും വളരെ പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഇടയുണ്ട്. ആത്മവിമർശനം പലപ്പോഴും
ധ്രുവീകരിക്കുന്നതിന് വഴിയൊരുക്കുവാനും പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തീരുമാനിക്കും. മെയ് മാസം മുതൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. സങ്കല്പമനുസരിച്ച് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരം പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് ഉത്സാഹത്തോടുകൂടി ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ആധ്യാത്മിക ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി സ്വല്പം ആശ്ചര്യം അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗത്തിൽ പുനഃപ്രവേശനം സാധ്യമാകും. അഥവാ 2024 നഷ്ടപ്പെട്ട ഉദ്യോഗത്തിന് പകരം വികസിത രാഷ്ട്രത്തിൽ തന്നെ മറ്റൊരു തത്തുല്യമായിട്ടുള്ള പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടവരും. നീതിയുക്തമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആത്മപ്രഭാവത്താൽ പല വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. മെയ് മാസം വരെ വിദ്യാർത്ഥികൾക്ക് പലർക്കും അലസത, ഉദാസീന മനോഭാവം എന്നിവ ഉണ്ടാകുന്നത് വഴി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഊഹക്കച്ചവടത്തിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് യോഗം കാണുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അച്ഛന് ഈ ഒരു വർഷം വളരെയധികം അരിഷ്ടതകൾ സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് പലപ്പോഴും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരുവാൻ പോലും ഈ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2025 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.